ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി പൂവിടാറാകുമ്പോൾ കൊടുക്കുന്ന ഒരു വളമാണ്. ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ നിറയെ പൂവിടുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വളമാണ് ഇന്ന് ഞാൻ നമ്മുടെ തക്കാളി തൈകൾക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ ഈ തക്കാളി തൈകൾ വെച്ചിട്ട് ഒരു 2 ആഴ്ച ആയതേ ഉള്ളൂ. ഞാൻ കൃഷിഭവനിൽ നിന്നും തൈകൾ വാങ്ങിച്ചിട്ട് നട്ടുകൊടുത്തതാണ്. നമ്മുടെ ഈ തക്കാളിയുടെ തൈകൾ നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പൂവിടാനൊക്കെ പ്രായമായിട്ടുണ്ട്. നമുക്കിതിന് വളം ചെയ്തു കൊടുക്കണം. നമ്മുടെ അടുക്കളയിലുള്ള 2 വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വളമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കൊടുക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ഇതാണിപ്പോൾ നമ്മുടെ തക്കാളി തൈകൾ. 1-2 ഞാൻ ചാക്കിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മൾ ഇഞ്ചി നട്ടിരുന്ന ചാക്കാണ്. ആ ചാക്കിലും കൂടെ ഞാൻ 1-2 തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ തക്കാളി തൈകൾക്ക് വളം കൊടുക്കാം. ഈ വളം ഉണ്ടാക്കി നമുക്ക് നമ്മുടെ തൈകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ചൂടിലൊഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ മുറ്റത്ത് തന്നെ വെച്ചിരിക്കുന്ന തക്കാളി തൈകളാണ്. ഇത് നട്ട് കൊടുത്തപ്പോൾ അല്പം തണലുള്ള സ്ഥലത്തേക്ക് വെച്ചിരുന്നതാണ്. ഇതിന് എനിക്ക് മാറ്റി നമ്മുടെ ഡ്രസ്സിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുക്കാനുള്ള തക്കാളി തൈകളാണ്. നമുക്ക് എന്താണ് വളമെന്ന് നോക്കാം. ഇതാണ്ടോ നമ്മുടെ തേയിലപ്പൊടി ഉപയോഗിച്ചുള്ള വളമാണ്. ചായ തിളപ്പിച്ച് വെച്ചിരുന്നതാണ്. നമ്മൾ ഈ വളം തയ്യാറാക്കുമ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ചായവെള്ളം തിളപ്പിച്ച് വയ്ക്കുക. 4 ലിറ്റർ വെള്ളം എടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള തേയിലപ്പൊടി ഇട്ട് വളം തയ്യാറാക്കിയാൽ മതി. ആ ചായ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു വയ്ക്കുക. എന്നിട്ട് അത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചാരം കൂടെ ഇട്ട് കൊടുക്കാം. 4 ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 ലിറ്റർ ചായവെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്കൊരു 2 സ്പൂണ് ചാരം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്ക് ഒരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി തൈകൾക്ക് അത് നേർപ്പിച്ച് വളമായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള വളമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ലളിതമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ചേറെ വെള്ളം എടുത്തിട്ടുണ്ട്. ചായവെള്ളം ഞാനൊരു ചെറിയ കലത്തിൽ തിളപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് ഞാൻ ചാരം കൂടെ ഇട്ട് കൊടുത്ത് വെച്ചിരുന്നതാണിത്. ഒരു 2 മണിക്കൂർ ഞാൻ ചാരം ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല കടുപ്പത്തിലും നല്ല കളറിലുമാണ് നമ്മുടെ ഈ വളം ഇരിക്കുന്നത്. നമുക്ക് 1 കപ്പ് എടുത്തിട്ട് അതിലൊരു 4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് നമ്മുടെ തക്കാളി തൈകളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്കത് സ്പ്രെയർ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ തക്കാളിയുടെ മീതെ കൂടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ 1 കപ്പ് വളം എടുക്കുകയാണ്. നമ്മുടെ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നമുക്കൊരു 4 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നാല് കപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടപ്പം നന്നായിട്ട് നമുക്ക് നേർത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ തക്കാളിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറി ചെടികൾക്ക് വളമുണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ചാരമാണെങ്കിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒന്നാണ്. ആ ചാരമൊന്നും നമ്മൾ പാഴാക്കി കളയേണ്ട. ഇതുപോലെയൊക്കെ വളമുണ്ടാക്കി നമുക്ക് നമ്മുടെ പച്ചക്കറി തൈകൾക്ക് വളമായിട്ട് പ്രയോജനപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. തേയിലയിലാണെങ്കിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുകയും അതുപോലെ തന്നെ ചാരത്തിൽ നന്നായിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ തക്കാളി തൈകളൊക്കെ പെട്ടെന്ന് പൂടാനായിട്ടത് സഹായിക്കുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് ഓരോരോ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളമുണ്ടാക്കി നമ്മുടെ തക്കാളി തൈകൾക്ക് വളം കൊടുക്കുക. അതുപോലെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തക്കാളി തൈകൾക്ക് കൊടുത്താൽ അതും നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ തക്കാളി ചെടികൾ നിറയെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും.
ഇനി നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഈ വളം നമുക്ക് നമ്മുടെ സ്പ്രെയർ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ തക്കാളി തൈകളുടെ മീതെയൊക്കെ നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്തും കൂടെ കൊടുക്കാം. ഇങ്ങനെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തക്കാളി തൈകളിൽ നിറയെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. നല്ലൊരു വളമാണിത്. ഈ വളം ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കാറുള്ളത്. റിസൾട്ടും കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.